Watch India's largest kids library only on Jio Hotstar. Download the app now. ജോൺ ഇന്നാ പിടിച്ചോ, ഇതാണ് എന്റെ പുതിയ കണ്ടുപിടുത്തം. ഇത് നീ ആരുടെ മേത്ത് അടിച്ചാലും അവരുടെ കാത് ഡോങ്കി പോലെ ഇങ്ങനെ വളർന്നു വരൂ. കേട്ടിട്ട് എങ്ങനെയുണ്ട്? പിന്നെ ഒരു കാര്യം, ഈ രണ്ടാമത്തെ സ്പ്രേയും കൂടി അടിച്ചാലുണ്ടല്ലോ അവർക്ക് ഡോങ്കിയെ പോലെ പാലും മുളച്ചു വരും. അടിപൊളി അടിപൊളി വൈറസ് സാർ. നിങ്ങളുടെ ഈ കണ്ടുപിടുത്തം കണ്ടതും എന്റെ ചെകുത്താന്റെ ബുദ്ധിയിൽ ഒരു അടിപൊളി ഐഡിയ തോന്നുന്നുണ്ട് സാർ. നിനക്ക് എന്താണോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീ ചെയ്തോളൂ. പക്ഷെ ഇതിന്റെ പ്രതിഫലമായി 10 കോടി രൂപ എനിക്ക് ഇപ്പൊ തന്നെ വേണം. ആദ്യം ഞാൻ ഈ സ്പ്രേ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ആരുടെ മേത്ത് ചെക്ക് ചെയ്യണം? പറയൂ പറയൂ. ജോൺ വേണ്ട, ഈ കളിക്ക് ഞാനില്ല, ഞാൻ പോയിക്കോളാം. ജോൺ ആകാൻ പോകുന്നു ഡോൺ, ജോൺ ആകാൻ പോകുന്നു ഡോൺ. ഇപ്പൊ ഇത് ഫൺ ആൻഡ് ആക്ഷൻ ടൈം. അതാ വരുന്ന കണ്ടില്ലേ? ആരാണത്? ആരാണത്? പേടിക്കണ്ട മോട്ടു, പേടിക്കണ്ട. ഞാനൊരു സയന്റിസ്റ്റ് ആണ്. ഞാൻ പറയുന്നത് കേൾക്ക്. ഏലിയൻസ് വന്ന് ഫുർഫുറി നഗരം നശിപ്പിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ്. അത് നടന്നാൽ ഇവിടെ ആരും ബാക്കി ഉണ്ടാവില്ല. തീർച്ചയായിട്ടും ഇപ്പൊ നിന്നെ കൊണ്ട് മാത്രമേ ഫുർഫുറി നഗറിനെ രക്ഷിക്കാനാകൂ. നീ രക്ഷിക്കുമല്ലോ അല്ലേ? സയന്റിസ്റ്റ് സാറ്, ഫുർഫുറി നഗരത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ വലുതായിട്ടൊന്നും ചെയ്യണ്ട. അവിടെ നിന്റെ മുന്നിൽ ഞാനൊരു സ്പ്രേ വെച്ചിട്ടുണ്ട്. നീ ആ സ്പ്രേ എടുത്തിട്ട് പോയി ഫുർഫുറി നഗറിലെ എല്ലാവരുടെയും മേത്ത് സ്പ്രേ ചെയ്യ്. അതിനുശേഷം നോക്കിക്കോ, ഫുർഫുറി നഗറിലുള്ള എല്ലാവരും അങ്ങനെ ഏലിയൻസിനെ പോലെ തന്നെ മാറും. ഏലിയൻസ് വന്നതിന് ശേഷം ഫുർഫുറി നഗറിലുള്ള എല്ലാവരും അവർക്ക് ഏലിയൻസിനെ പോലെ തന്നെ ഉണ്ടാകും. അതെ, അതിനുശേഷം ഇവരൊക്കെ ഏലിയൻസ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് അവർ നമ്മളെ ഒന്നും ചെയ്യാതെ പോകും. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? നിങ്ങൾ ശരിയാണ് പറയുന്നത് അദൃശ്യം സാറ്. ഞാൻ ഇപ്പോൾ തന്നെ പോകുന്നതാണ്. ഇപ്പൊ എന്റെ പ്ലാൻ അടിപൊളിയായിട്ട് പോവുകയാണ്. ഇപ്പൊ മോട്ടു ആരുടെ മേത്ത് ഇത് സ്പ്രേ ചെയ്യുന്നു അവരൊക്കെ മോട്ടുവിന് ശത്രുക്കളായി മാറും. മോട്ടുവിന്റെ കഥ തീരാൻ ഇനി കുറെ സമയമൊന്നും ബാക്കിയില്ല. ചായക്കട ചേട്ടാ, ചായക്കട ചേട്ടാ, ഏലിയൻസ് ഒക്കെ ഫുർഫുറി നഗരത്തിന് അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. എനിക്കുടൻ തന്നെ എല്ലാവരും രക്ഷിക്കണം. അല്ല സുഹൃത്തെ, കാലത്ത് തന്നെ ആളെ കളിയാക്കാൻ എന്നെ മാത്രമേ കിട്ടിയുള്ളൂ നിങ്ങൾക്ക്. ഏലിയൻ അതും ഫുർഫുറി നഗറില. അല്ല മോട്ടു, ഇതെന്തായി ചെയ്യണ? അല്ല, എന്റെ ഇത്രയും വലിയ വലിയ ചെവികൾ എങ്ങനെ വന്നേ? ഇത് ശരിക്കും ആ മോട്ടുവിന്റെ സ്പ്രേ ചെയ്ത വേലയാണ്. ഞാൻ മോട്ടുവിനെ വെറുതെ വിടൂല. മോട്ടു എന്തേ കാണിക്കുന്നത്? ചേട്ടാ, ചിങ്കൻ സാർ എന്റെ ചങ്കേന്റെ ബ്രോ, നിങ്ങൾക്കും ഇങ്ങനെയാണ്. ഈ മോട്ടു എന്റെ നേരത്തെ എന്ത് സ്പ്രേ അടിച്ചെന്നറിയില്ല, എന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ആയിരിക്കാണ് എന്റെ മോന്ത. അല്ല മോട്ടു, നമ്മളെ എല്ലാവരെയും ആരാ ഡോങ്കിയായിട്ട് മാറ്റിയിരിക്കുക. നിൽക്കൂ, ഞാൻ ഇപ്പൊ തന്നെ പത്രൂനെ വിളിച്ച് പറഞ്ഞേക്കാം. മോട്ടു എവിടെയാണ്? അവന്റെ അടുത്തേക്ക് നീ മുഖം കാണിക്കല്ലേ, നിന്റെ മുഖം അവൻ കൊളാക്കും. ഹായ് പത്തുലു, ഇന്ന് ഫുർഫുറി നഗരത്തിലെ ജനങ്ങളെയൊക്കെ രക്ഷിക്കാൻ ഞാൻ വലിയൊരു കാര്യമാണ് ചെയ്തത്. അറിയോ നിനക്ക്? ഞാൻ കാട്ടിലൂടെ വരുന്ന വഴിയിൽ ഒരു അദൃശ്യ സയന്റിസ്റ്റിനെ കാണുവാനിടയായി. അദ്ദേഹം എന്നോട് എന്താ പറഞ്ഞെന്നറിയോ?
അങ്ങനെ ഞാൻ എല്ലാവരുടെ മുഖത്ത് സ്പ്രേ ചെയ്യുകയും ചെയ്തു. അതെ മോട്ടോ, എല്ലാ തവണത്തെ പോലെയും ഈ പ്രാവശ്യവും ആരോ നിന്നെ പൊട്ടം കളിപ്പിക്കാൻ നോക്കുകയാണ്. നീ എല്ലാരെയും സഹായിക്കല്ല ചെയ്തത്, നീ സ്വയം അടി മേടിക്കാനുള്ള പരിപാടിയാ ചെയ്തിട്ട് വന്നിരിക്കുന്നത്. നീ തന്നെ നോക്ക്, കണ്ടോ? എന്റെ പത്തുലു, ഞാൻ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടിയായിരുന്നില്ലേ ഈ സ്പ്രേ ചെയ്തത്. പിന്നെന്തിനാ എല്ലാവരും എന്നെ തല്ലാൻ വേണ്ടി ഓടി വരുന്നത്? അദൃശ്യ സൈന്റിസ്റ്റ്, നിങ്ങൾ എവിടെയോ? എന്തെങ്കിലും ഒന്ന് പറയൂ. എന്ത് പറ്റി മോട്ടു? വലിയേട്ടാ, നിങ്ങൾ എന്താണോ എന്നോട് പറഞ്ഞത് ഞാൻ അതുപോലെയല്ലേ ചെയ്തുള്ളൂ. എല്ലാവരുടെയും മുഖത്ത് ഞാൻ സ്പ്രേ ചെയ്തു. പക്ഷേ എല്ലാവരുടെ തലയിലും വലിയ 2 ചെവിയാണല്ലോ മുളച്ചു വന്നിരിക്കുന്നത്. വെറും ചെവികൾ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തോ പ്രശ്നമുണ്ടല്ലോ. അവർക്ക് ചെവി മാത്രമല്ല, കൂടെ തന്നെ ഏലിയൻസിനെ പോലെ വാലുകളും വേണം. പക്ഷെ ഒന്നും പ്രശ്നമില്ല, സാരമില്ല മോട്ടു. അതേപോലെ വാല് മുളയ്ക്കാൻ അവിടെ മറ്റൊരു സ്പ്രേ ഉണ്ട്, നോക്കു മോട്ടു. അതെടുത്തിട്ട് പോയി വീണ്ടും എല്ലാവരുടെ മേത്തും സ്പ്രേ ചെയ്യേ. ഫുർഫുറി നഗരത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഇത് ചെയ്തേ പറ്റൂ. ചെയ്തോളാം, ചെയ്തോളാം. ചായക്കട ചേട്ടാ, വേഗത്തിൽ നല്ല ചൂടുള്ള സമൂസയും എടുത്തേ. ഇപ്പോഴാണ് മോട്ടോ എന്റെ കടയിലേക്ക് പിന്നെ വരുന്നത്. എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, എല്ലാവരും എന്റെ കടയുടെ അടുത്തേക്ക് പെട്ടെന്ന് നിൽക്കൂ. ഞാൻ നിങ്ങളെയൊക്കെ ശരിയാക്കുവാൻ ഒരു മരുന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും മുകളിലേക്ക് നോക്കൂ, മുകളിലേക്ക് നോക്കൂ. ഏലിയൻസ് വരുന്നുണ്ട്. എല്ലാവരുടെ മുഖത്ത് സ്പ്രേ ചെയ്തു. എവിടെയാണ് ഏലിയൻ? മോട്ടോ, നീ ഇപ്പൊ എന്ത് പടിയെ കാണിച്ചത്? വീണ്ടും അപ്പോൾ വന്ന അതേ സ്മെല്ല് തന്നെ. അതെ, ഇപ്പൊ നിങ്ങൾ എല്ലാവരും പെർഫെക്റ്റ് ഏലിയൻസ് ആയി മാറാൻ പോവുകയാണ്. അതിലൊരു സംശയവുമില്ല. പൊളിച്ചെടുത്തല്ലോ. പെർഫെക്റ്റ് ഏലിയൻ എന്ന് പറഞ്ഞ ഇപ്പൊ നീ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? പറയാമേ, ആദ്യം നിങ്ങൾക്കൊക്കെ ഏലിയൻസിനെ പോലെ ചെവിയല്ലേ വന്നുള്ളൂ. ഇപ്പൊ നോക്കിക്കേ, നിങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കുമുള്ള ഏലിയൻസിനെ പോലെ ഒരു വാലും മുളച്ചിട്ടുണ്ടാവും. ചേട്ടാ മോട്ടു, എന്റെ ചങ്ക എന്റെ ബ്രോ, നീ എന്ത് കാര്യമാണ് ഈ ചെയ്തത്? ചേട്ടാ മോട്ടു, എന്റെ ചങ്ക എന്റെ ബ്രോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ ധൃതി വെക്കണ്ട, പിന്നെ നോക്കിക്കോളൂ. ആദ്യം ഞാൻ അവനെ അടിച്ച് അവന് മേളിലേക്ക് ഒരു യാത്ര അയച്ചിട്ട് വരാം. ഇൻസ്പെക്ടർ ചെങ്കം. ഞാനൊരു പോലീസ് ആയതുകൊണ്ട് ഏത് കാര്യവും ഞാൻ തന്നെയാണ് ആദ്യം ചെയ്യുക. മോട്ടു, യു ആർ അണ്ടർ അറസ്റ്റ്. ചാർജ്. Hey, stop. മോട്ടോ എവിടെ? മോട്ടോ എവിടെ? രക്ഷിക്കണേ. ഇതെന്താണ് സംഭവിച്ചത്? അദൃശ്യം സയന്റിസ്റ്റ്, നിങ്ങൾ എവിടെയാ? നിങ്ങൾ പറഞ്ഞിട്ട് മാറി നിന്നാൽ എങ്ങനെയാ? എല്ലാവരും എന്റെ പുറകിലുണ്ട് എന്നെ ഇടിച്ച് ചമ്മന്തിയാക്കാൻ. ഇനിയെങ്കിലും നിങ്ങളൊന്ന് പറയൂ, ഏലിയൻസ് ഒക്കെ എപ്പോഴാ വരിക? മോട്ടു, നിനക്കൊരു സന്തോഷമായ വാർത്ത. ഏലിയൻസ് ഫുർഫുറി നഗറിലേക്ക് വരുന്ന പ്രോഗ്രാം ക്യാൻസൽ ആയി. എന്തോ? ഇപ്പൊ മനസ്സിലായോ മോട്ടു? റോഡിൽ പോകുന്ന ആൾക്കാരൊക്കെ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലെന്നാണ്. അങ്ങനെ വിശ്വസിച്ചാൽ ഇങ്ങനെ ഇരിക്കും. എല്ലാ തവണയും ഇങ്ങനത്തെ ഒന്നിനും കൊള്ളാത്ത കാര്യത്തിനെല്ലാം എങ്ങനെയാ മോട്ടു നീ ചെന്ന് പെടുന്നത്? ഇനി ആലോചിക്കുന്നത് നിർത്ത്, ജീവിതത്തിലേക്ക് തിരിച്ചു വാ. ഇപ്രാവശ്യവും നിന്നെ പൊട്ടനാക്കിയത് വേറെ ആരുമല്ല, ആ ജോൺ തന്നെയാണ്. മനസ്സിലാക്കിക്കോ മോട്ടു. പത്തലു, ഇനി ഞാൻ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ മോട്ടു. അദൃശ്യം സയന്റിസ്റ്റ് ചേട്ടാ, എന്റെ ഈ ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം തരൂ. ജോൺ ആകാൻ പോകുന്നു. എടാ കള്ളപ്പരിശ ജോണ്, എടാ ജോൺ, മിണ്ടാതെ താഴേക്ക് ഇറങ്ങി വരുന്നതാ നിനക്ക് നല്ലത്. മോട്ടു, നീ എന്താ ചെയ്യുന്നത്?
ജോൺ, നിന്റെ നാടകം കളി മതിയാക്കി മര്യാദയ്ക്ക് താഴേക്ക് ഇറങ്ങി വരാനാ പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ശരിക്കും അദൃശ്യമാക്കി കളയും. നോക്കിക്കോ. നമ്പർ 1 നമ്പർ 2 മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നോ. ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും. ആലോചിച്ചോ. മോട്ടു സോറി, ഇതൊന്നും ഞങ്ങളല്ല ചെയ്തത്. ഇതെല്ലാം ബോസിന്റെ ഐഡിയ ആയിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാം ചെയ്തത്. മോട്ടു ഒന്നും ചെയ്തിട്ടില്ല. സത്യത്തിൽ എല്ലാം ചെയ്തത് ഈ ജോൺ ദ ഡോൺ ആണ്. ഞാൻ വരില്ല. ഞാൻ വന്നാ നിങ്ങൾ എന്നെ അടിച്ച് തരിപ്പണമാക്കോ. ഞാൻ വരില്ല. വേണ്ട, വിട്ടേക്ക്. ഇങ്ങനെ വിഷമിക്കാതെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഓടാൻ നോക്കടാ. ജോണാകാൻ പോകുന്നു ഡോൺ. ജോണാകാൻ പോകുന്നു ഡോൺ. ഓടിക്കോ. എന്റെ അമ്മോ, ആ കള്ളൻ ജോൺ രക്ഷപ്പെട്ടു പോയല്ലോ. ഇനിയിപ്പോ നമ്മൾ ഈ കഴുതയുടെ ചെവി എങ്ങനെ ഇല്ലാതെയാക്കും? ചേട്ടാ വിഷമിക്കല്ലേ സുഹൃത്തുക്കളെ, ഞാൻ ഇപ്പോൾ തന്നെ പോയി ആന്റിഡോട്ട് എടുത്തിട്ട് വരാ. Watch India's largest kids library only on Geo Hotstar. Download the app now.